പ്രഭാസത്യകൻ സമേതനായിരിക്കുന്ന അയ്യപ്പസ്വാമി, ഗോശാലകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ നിന്നായ ചിരപുരാതനമായ തലോലപ്പറമ്പ് മിഠായിക്കുന്നം അയ്യങ്കോവിൽ ക്ഷേത്രത്തിലെ 25 വർഷത്തിനു ശേഷം നടക്കുന്ന അഷ്ടബന്ധ ദ്രവ്യകലശ മഹായജ്ഞം ബുധനാഴ്ച സമാപിക്കും. ക്ഷേത്രം തന്ത്രി മനേതാറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മറ്റ് 8 തന്ത്രിമാരുടെ സഹകാർമ്മികത്വത്തിലുമാണ് പൂജാ ചടങ്ങുകൾ നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ തത്വഹോമം, കലശപൂജ, മരപ്പാണി, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശപൂജ, കുംഭേശ കർക്കരി കലശപൂജ, പരികലശപൂജ, വൈകിട്ട് അധിവാസഹോമം, കലശാധിവാസം എന്നീ ചടങ്ങുകൾ നടത്തും. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശം എഴുന്നള്ളിക്കൽ, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, മരപ്പാണി, ശ്രീഭൂതബലി എന്നിവ നടത്തും. അയ്യപ്പനും കൃഷ്ണനും തുല്യ പ്രാധാന്യമുള്ള ഇവിടെ ഉത്സവത്തിന് ഒരേ ദിവസം 2 ധ്വജങ്ങളിൽ കൊടിയേറ്റും. 2 ആനകളെ എഴുന്നള്ളിക്കുന്നതും പ്രത്യേകതയാണെന്ന് ക്ഷേത്രം പ്രസിഡന്റ് മനേതാറ്റില്ലത്ത് നാരായണൻ നമ്പൂതിരി, വർക്കിംഗ് പ്രസിഡന്റ് കെ അജിത്, വൈസ് പ്രസിഡന്റ് കെ രാജു, സെക്രട്ടറി MK ചന്ദ്രൻ എന്നിവർ പറഞ്ഞു. ഇവിടെ പ്രധാനമായിട്ട് 2 പ്രതിഷ്ഠകളാണുള്ളത്. സത്യകൻ സമേതമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെയാണ് ഇവിടെ. അത് വളരെ എല്ലാ സ്ഥലത്തും കാണാത്ത ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സവിശേഷത കൂടിയുണ്ട്. പ്രഭയം സത്യ 2 സൈഡിലും ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ്. പിന്നെ ഗോശാലകൃഷ്ണനാണ് അടുത്ത പ്രധാന പ്രതിഷ്ഠ. ഉത്സവം മേടമാസത്തിലെ ഉത്ര ആറാട്ടോടുകൂടിയാണ് നമ്മൾ കൊണ്ടാടുന്നത്. അത് 2 ധ്വജമുണ്ട്, 2 കൊടിയേറ്റെല്ലാം എല്ലാം തുല്യ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളാണ്. അതുകൊണ്ട് ഉത്സവമാണെങ്കിലും 2 കൊടിയേറ്റൊക്കെ 2 ഉണ്ട്. 2 ആനപ്പുറത്തൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത്. അതെല്ലാം ഇത്തവണത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത്തവണ നല്ല ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. ഈ ബിംബവും പീഠവും തമ്മിൽ ഉറപ്പിക്കുന്നതിനുള്ള ചടങ്ങാണ്. ഇതൊക്കെ വേണ്ട സാമാന്യേന 12 കൊല്ലം കൂടുമ്പോൾ വേണമെന്നാണ് പറയുക. അഷ്ടബന്ധത്തിന് മുമ്പ് പോയാൽ ഈ ചൈതന്യവും ശക്തിയും ഇത് രണ്ടിനെയും യോജിപ്പിക്കുന്നതാണ് അഷ്ടബന്ധം. അപ്പോൾ ചൈതന്യത്തിന് അഷ്ടബന്ധം പോയാൽ ചൈതന്യത്തിന് ഹാനി വരും. ചൈതന്യം നിലനിൽക്കുമ്പോഴാണ് നാടിന് സർവ്വവിധത്തിലുള്ള ശ്രേയസ്സുകൾ സിദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കത് ഈ കലശം നടക്കാനിടവരുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തജനങ്ങൾ മഹായജ്ഞത്തിലും അന്നദാനത്തിലും പങ്കെടുക്കുവാൻ എത്തിച്ചേരും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.